ദുൽഖർ സൽമാൻ നിർമ്മിച്ച ലോക എന്ന് പറയുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ പ്രഹരമേൽപ്പിക്കുന്ന കാഴ്ചയാണല്ലോ നമുക്ക് ആദ്യ മണിക്കൂറുകളിൽ തന്നെ ചിത്രത്തിന് പോസിറ്റീവ് റിപ്പോർട്ട് വന്നതിന് ശേഷം ബോക്സ് ഓഫീസിൽ നിന്നും കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് കുറച്ച് ശോകമായിട്ടായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇന്ന് രാവിലെയും ചിത്രത്തിന് കാര്യമായിട്ടുള്ള വലിയ ബുക്കിംഗ് ഒന്നും കാണാൻ സാധിച്ചില്ല. ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞ് പോസിറ്റീവ് റിപ്പോർട്ട് വന്നതിന്റെ ശേഷമാണ് ബുക്ക് മൈ ഷോ ആപ്പിൽ വലിയ ട്രെൻഡിങ്ങിലേക്ക് എത്തിപ്പിടിക്കാൻ ലോക എന്ന് പറയുന്ന ചിത്രത്തിന് സാധിച്ചത്. പിന്നീട് അങ്ങോട്ട് 8000-ഉം 9000 വരെ കടന്ന് ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം ചിത്രത്തിന്റെ ടിക്കറ്റുകൾ സോൾഡ് ഔട്ട് ആവുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. മികച്ച ഒരു പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ് എല്ലാ ഏരിയയിൽ നിന്നും ലോക എന്ന് പറയുന്ന ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. ഇതൊരു പാൻ ഇന്ത്യൻ മൂവി ആയിട്ടാണ് തിയേറ്ററിൽ എത്തിയിട്ടുള്ളത്. ദുൽഖർ സൽമാൻ വലിയ ബഡ്ജറ്റിലാണ് ഈ ഒരു സിനിമ പൂർത്തീകരിച്ചിരിക്കുന്നത്. ആദ്യ ദിവസത്തെ ചിത്രത്തിന്റെ ബുക്കിംഗും പോസിറ്റീവ് റിപ്പോർട്ടൊക്കെ നോക്കുന്ന സമയത്ത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഈ ഒരു സിനിമ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട്. കോമഡിക്ക് കോമഡി, ആക്ഷന് ആക്ഷൻ, ഫാന്റസിക്ക് ഫാന്റസി എല്ലാ എലമെന്റ്സും ചേർത്തിട്ട് തന്നെയാണ് സംവിധായകൻ അരുൺ ഡൊമിനിക് ഈ ഒരു സിനിമ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഒട്ടനവധി ക്യാമിയോസും ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന ഈ ഒരു ചിത്രം ഓണം വിന്നർ ആവാനുള്ള എല്ലാവിധ സാധ്യതയും ഉണ്ട്. എന്നിരുന്നാലും നാളെയും ഓണം റിലീസായിട്ട് 2 സിനിമകൾ തിയേറ്ററിൽ എത്തുന്നുണ്ട്. ആ ഒരു ചിത്രങ്ങളുടെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഓണം വിന്നർ ആവുമോ എന്നുള്ള കാര്യം. എനിക്ക് ഈ ഒരു സിനിമ തിയേറ്ററിൽ കണ്ട സമയത്ത് മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സമ്മാനിച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കും ഈ ഒരു ചിത്രം അത്തരത്തിലുള്ള ഒരു മികച്ചൊരു എക്സ്പീരിയൻസ് സമ്മാനിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. പിന്നെ നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ മികച്ച സ്ക്രീൻ ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. പണം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. ബൈ.